എന്താ ശരിക്കും മാർക്കറ്റിംഗ്? ഓട്ടെ, ഒരു ഉൽപ്പന്നം നിർമ്മിക്കണമെങ്കിൽ ഏത് ഉൽപ്പന്നം നിർമ്മാണ കോസ്റ്റും ലാഭം അടക്കത്ര വരിക? സാമ്പത്തിക വിദഗ്ധർ പറയുന്ന കണക്കെത്രയും അറിയോ? ഏത് പ്രൊഡക്റ്റ് നിർമ്മിക്കണമെങ്കിലും അതിന്റെ ലാഭം അടക്കം 30% മുകളിലോട്ട് പോകത്തില്ല, എത്ര ക്വാളിറ്റി ഉണ്ടെങ്കിലും. ബാക്കി 65-70% അങ്ങോട്ടാ പോകുന്നത്. അതിന്റെ ഇടനിലക്കാര്, അതിന്റെ പരസ്യക്കാര്, ഷോപ്പ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്. ഷോപ്പ് ഒന്ന് പെയിന്റ് അടിക്കണ്ടാകുന്ന ബുദ്ധിമുട്ട് നമുക്കറിയാലോ അല്ലേ? ഇതിൽ പങ്കാളിയാവണമെങ്കിലോ, നിലവിലുള്ള കച്ചവടത്തിൽ ഏതെങ്കിലും കച്ചവടത്തിൽ പങ്കാളിയാവണമെങ്കിൽ എത്ര ലക്ഷം മുടക്കണമെന്ന്? നടുവണ്ണം എനിക്ക് റൂം കിട്ടണമെങ്കിൽ 5 ലക്ഷം, 8 ലക്ഷം, 10 ലക്ഷം. പാർക്കിംഗ് പ്രതീക്ഷിക്കാവോ? എന്നിട്ടാ കച്ചവടം. അങ്ങനെ തുടങ്ങി നമ്മൾ ഉഷാറായിട്ട് പോകുമ്പോ നമ്മളെക്കാട്ടും കഴിവുള്ള, എക്സ്പീരിയൻസ് ഉള്ള, പൈസ ഉള്ളവർ വരൂലേ? ഇപ്പം അവരെക്കാട്ടും എല്ലാം പോകുന്ന റിലയൻസ് നടുവണ്ണൂർ വരാൻ പോവുക. അപ്പൊ എങ്ങനെ ഉണ്ടാവും? നെക്സ്റ്റോ വരണോ വേണ്ടിയോ എന്നുള്ളത് അങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടാവും? വലിയ കച്ചവടക്കാർ നമ്മളുടെ അടി കൂടുമ്പോൾ ചെറിയ കച്ചവടക്കാരുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെ ഞാൻ അങ്ങനെ 10 ലക്ഷം മുടക്കി 50 ലക്ഷം മുടക്കി ഒരു കച്ചവടം തുടങ്ങി, എന്റെ അവസ്ഥ എന്തായിരിക്കും? ഇവിടെയോ ഈ കച്ചവടത്തിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രത്യേകത എന്താ? കട എവിടെ ഇരിക്കുന്നത്? കട എവിടെയാ? കമ്പ്യൂട്ടറിലാന്ന്. കമ്പ്യൂട്ടറെ പറ്റി എന്ത് ഐഡിയ ഉണ്ടോ? നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച ആൾക്കാർ ഇവിടെ അറിയുണ്ടോ? ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച ഒരു ഗുണം എന്താ കിട്ടാൻ അറിയോ? എന്തിനാ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചെന്തിനായിരുന്നു? അതിന്റെ കൂടെ എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ലായിരുന്നോ? ഞാൻ ടൈപ്പ് റൈറ്റിംഗ് പഠിച്ച എനിക്ക് ഒരു ഗുണം ഉണ്ടായില്ല. ABCD കറക്റ്റ് പഠിച്ചിട്ടുണ്ട്. ABCD അങ്ങോട്ടും പറയും ഇങ്ങോട്ടും പറയും. ZWVUTSRQPNMLKJIHEATCBA. ഇത് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചോണ്ടുണ്ടായ ഗുണം അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ABCD പഠിക്കുന്ന നമ്മൾ ABCD എപ്പോഴും പഠിച്ചത്? ഏത് വർഷം? 1ാം ക്ലാസ് പഠിച്ചോ? 2ാം ക്ലാസ്? 4ാം ക്ലാസ്? ഇപ്പൊ എന്റെ മോൻ അങ്കണവാടി ABCD കംപ്ലീറ്റ് പഠിച്ചു കഴിഞ്ഞു. കാലഘട്ടം മാറുന്നു, ടെക്നോളജി വന്നു. ഇപ്പൊ ഇവൻ കാറിനെ പറ്റി പറഞ്ഞ് ഞാനിങ്ങനെ ആകെ പക്ഷത്തിലുള്ളത്. ബുഗാട്ടിന്റെ പേരെ അവൻ പറയുന്നുള്ളൂ, BMW വേണ്ടു. ഇങ്ങനെ ചെറിയ മക്കളിൽ നിന്ന് ഇവനെ എവിടെയാ പഠിക്കുന്നത്? എങ്ങനെയാ? ടെക്നോളജിയിലാ. നമ്മളോ സ്ലേറ്റിൽ വള്ളിത്തണ്ട് അങ്ങനെ പഠിച്ച ആൾക്കാരാ. കാലഘട്ടം മാറി, കച്ചവട രീതി മാറുന്നു, ഈയിലേക്ക് മാറുന്നു എല്ലാം. അത് നമ്മൾ പഠിച്ചാൽ എന്താ ഗുണം? ആർക്കാ ഗുണം കിട്ടുക? ഇപ്പൊ നല്ല തേങ്ങയ്ക്ക് നല്ല വില ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം തെങ്ങുണ്ടായി നട്ടാല് എപ്പാ ഇതിന്റെ ഗുണം കിട്ടുക? ആർക്കാ ഗുണം കിട്ടുക? 5 വർഷം നിൽക്കും നമുക്ക് തന്നെ ഉറപ്പില്ലാത്ത സ്ഥിതിയാ അല്ലേ? നെക്സ്റ്റ് ജനറേഷൻ ബിസിനസ് സങ്കല്പം കേട്ടത് ഈയിലേക്ക് കച്ചവടം മാറുന്നു. അതിന്റെ എണ്ണം കൂട്ടിയ, ഐഡിയയുടെ എണ്ണം കൂട്ടിയുള്ള മെച്ചം എന്താ അറിയോ? ഒരു ഐഡിയ എടുത്തുള്ള മെച്ചം എന്താ ഈ കമ്പനിയിൽ? സിദ്ദീഖ് സാർ വളരെ വ്യക്തമായിട്ട് ഓരോ കാര്യം പറഞ്ഞില്ലേ. ഈ കമ്പനിയിൽ ഐഡിയ എടുത്താൽ നമുക്ക് എന്താ മെച്ചം? ഒരു കൺസ്യൂമർ ബേസ് ചിന്തിക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഫസ്റ്റ് ക്വാളിറ്റി ഹോൾസെയിൽ മേടിക്കാന്ന്. നിങ്ങളിപ്പം വീട്ടിൽ മേടിക്കുന്ന ഏത് ഉൽപ്പന്നങ്ങള് അതിൽ കറി മസാല വരുന്നു, ഏത് ക്വാളിറ്റി? മൈക്രോബയോളജിക്കൽ ടെസ്റ്റിംഗ് കഴിഞ്ഞ മസാലകൾ കണ്ടിട്ടുണ്ടോ? മുളക് പൊടി കണ്ടിക്കോ? മഞ്ഞൾപ്പൊടി കണ്ടിക്കോ? കാണാൻ പോകുന്നു. കമ്പനിയുടെ ഡയറി നോക്കൂ, വന്നു കഴിഞ്ഞു. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഹിമാലയൻ പിങ്ക് സാൾട്ട്. അതിൽ കമ്പനി പറഞ്ഞ ഒറ്റ കാര്യം അറിയോ? നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിൻ ടു പ്ലെയിൻ. അതിലൊന്ന് ഓയിൽ കമ്പനിയായിട്ട് ടൈപ്പ് വരും. ഓയിൽ കമ്പനി തന്നെ പെട്രോള് നിങ്ങളെ ടീമിലെ ആളുകള് മേഡം പോയിട്ട് നിങ്ങളെ വണ്ടിയിലേക്ക് പെട്രോൾ അടിച്ചാല് നിങ്ങളെ കൊണ്ടുപോകുന്ന ആരോ കൊണ്ടുപോകുന്ന ഞാൻ അറിയൂ. പക്ഷെ മേഡം ഒരു പേസ്റ്റ് മേടിച്ചാൽ 12 റുപ്യ കിട്ടൂലേ? ഇനി മേഡത്തിന്റെ ഇവിടെ 10 ആൾ 100 ആൾ 1000 ആൾ വന്നാൽ എനിക്ക് ഒരേപോലെയല്ലേ? അതാ ബിസിനസ്. നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന കമ്പനി ഉദ്ദേശിച്ചത് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് എല്ലാ ഉൽപ്പന്നം വിതരണം ചെയ്യുന്ന. ഞാൻ അതിൽ പങ്കാളിയായി. 2015 ഐഡിയ അടിച്ചു. ഐഡിയ അടിക്കാൻ വെല്ലിസാറുള്ള ഇഷ്ടം കൊണ്ട് ബന്ധം കൊണ്ട് ഐഡിയ അടിച്ചു. പക്ഷെ എൻ്റെ നിലവിൽ ഇത് എങ്ങനെ വർക്കൗട്ട് ചെയ്യും? ഒരാൾ ഒരു പേസ്റ്റല്ലേ മേടിക്കൂ? എനിക്ക് 40,000 റുപ്യ മാസം വേണം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. അത് തികയാൻ വേണ്ടിയിരിക്കാൻ വേണ്ടി ഞാൻ ഗോൾഡ് വെച്ച് പണയം വെച്ച് കളിക്കുമ്പോഴാണ് ഈ 40,000 കിട്ടിയ എനിക്ക് നിർബന്ധ ഒരു മാസം. ആ സമയത്ത് ഇതെങ്ങനെ ഒരാൾ ഒരു പേസ്റ്റല്ലേ മേടിക്കൂ? ഞാൻ കണക്കൂട്ടി എനിക്ക് എങ്ങനെ ആയിട്ടും ശരിയാണ്. എൻ്റെ 8 മണിക്കൂറും 10 മണിക്കൂറും 5 മണിക്കൂറും വർക്ക് ചെയ്യാൻ റെഡിയാ.
പക്ഷെ എന്റെ കൂടെ വന്നോ വർക്ക് ചെയ്താൽ കിട്ടുന്ന ആ ബെനിഫിറ്റ് എനിക്കങ്ങ് തിരിയുന്നില്ല, ശരിയായില്ല. പക്ഷേ ബെല്ലി സാറ് പ്രൂവ് ചെയ്ത് കാണിച്ചു തന്നു. ഈ ഉൽപ്പന്നം കൊടുത്ത് വാങ്ങി യൂസ് ചെയ്യിപ്പിക്കുന്ന ടീമുണ്ടാക്കി 2,10,000 മേടിച്ചിട്ട് എൻ്റെ വീട്ടിൽ വന്നു. എന്നോട് പറഞ്ഞ കുറെ വാക്കുകൾ പറഞ്ഞു, പോരായ്മ ചൂണ്ടിക്കാണിച്ചു തന്നു. കല്യാണം ഇനി മോളൊക്കെ വളരും, പക്ഷെ നീ നരകിച്ച് മരിക്കും മോനെ, അത് ഉറപ്പാണ്, ഡയമണ്ട് വലിയ വിഷയമാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി നരയിക്കുന്ന സമയത്ത്, നരയിക്കുന്ന വാക്ക് പറഞ്ഞ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അത് പഠിക്കാൻ തീരുമാനിച്ചു. മെഡിക്കൽ ലീവ് എടുത്തു കല്യാണിന്. ആ മെഡിക്കൽ ലീവ് എടുത്ത് പഠിത്തമാണ് എൻ്റെ പേടി മാറിയത്. ആ പേടി ഇന്ന് ജോലി റിസൈൻ ചെയ്യിപ്പിച്ചു. ഇന്ന് 7 വർഷം കഴിഞ്ഞപ്പോൾ ഒരു ഐഡിയയിൽ മാത്രം 3 കോടിയുടെ മുകളിൽ ഇൻകം ടാക്സ് ഈ മാർച്ച് മാസം ആകുമ്പോഴേക്ക് അഡ്വാൻസ് ടാക്സ് പറഞ്ഞ എത്രയാ അറിയോ? അഡ്വാൻസ് ടാക്സ് അടയ്ക്കാൻ പറഞ്ഞത് 2.5 ലക്ഷം റുപ്യ. ഇൻകം അഡ്വാൻസ് അടയ്ക്കുന്ന ലെവലിലേക്ക് എന്നെ നടുവണ്ണൂർ പഞ്ചായത്തിൽ കിടക്കുന്ന തേരാപ്പ നടക്കുന്ന എന്നെയൊക്കെ മാറ്റിയ കമ്പനിയുടെ പേരാ MI ലൈഫ് മാർക്കറ്റിംഗ്. ചില്ലറ കളിയല്ല കേട്ടോ. GST എല്ലാ മാസവും 20-ാം തീയതി കഴിഞ്ഞു പോയാ 50 രൂപ ഫൈനാ. കച്ചവടത്തിൽ GST അടയ്ക്കില്ലേ? GST നമ്പർ ഉണ്ടോ പല കച്ചവടത്തിലും? ഇല്ല. ഇങ്ങനെ ലെവൽ ഇത്രയും കറക്റ്റ് കച്ചവടം ഏത് കച്ചവടം ഉണ്ട് നിങ്ങൾ പറയൂ? അതല്ല ഇവിടെ വന്ന് പറയുന്നത്. വേറെ ഏതെങ്കിലും കച്ചവടത്തില് 2 ബില്ല നോക്കൂ നിങ്ങൾ, 2 ബില്ല് ശരിക്കുള്ള ബില്ലുണ്ടോ? ഇല്ല. ഇവിടെയാണ് സർക്കാരിലെ കറക്റ്റ് ടാക്സ് കിട്ടുന്നു. എത്ര കച്ചവടം നടക്കുമ്പോൾ അതിന്റെ ലാഭം എല്ലാവർക്കും GST സർക്കാരിലേക്ക്, ഏത് സർക്കാർ? 2 സർക്കാരിലേക്ക് കിട്ടുന്നു. ഇങ്ങനെ ഒരു വൈറ്റ് മണി സാധാരണക്കാരന് പ്രവർത്തിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അതിനെപ്പറ്റി പഠിക്കണം. മുൻവിധി വെച്ച് അളക്കരുത്. മുൻവിധിയാണ് അറിവില്ലായ്മന്റെ സന്താനം. അവിടെ നമ്മൾ മാറ്റം വരുത്തണം. ഇന്നലെ വരെ പേടിച്ചു പോയ സത്യമാണ്. ഇപ്പം പൈസ കാണുമ്പോൾ, പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന നമ്മൾ പൈസ കാണുമ്പോൾ പേടിയുണ്ട്. അതാർക്കാ കൂടുതൽ പേടി? കള്ളനോട്ട് കുടിക്കുന്ന ആൾക്കാർക്ക്. അത് ഡയറക്റ്റ് സെല്ലിംഗ് ഇങ്ങനെ പറ്റിച്ചത് കൊണ്ട് ഭാഗ്യമാണ്. ഇത് 1 പ്രാവശ്യമല്ല 10 പ്രാവശ്യം കേട്ടാലും ബോധ്യപ്പെടരുത്. ഇവിടെ എന്താ സംഭവം അറിയോ? നിങ്ങൾ വിജയിച്ച് കാണിച്ചു കൊടുത്തു നോക്കൂ. പൈസ കിട്ടുമെന്ന് ബോധിപ്പിച്ചപ്പോഴാണ് ഗൾഫ് പോയത് അല്ലേ? അല്ലാണ്ട് പോവുകയായിരുന്നോ? ആ ചൂട് എങ്ങനെ സഹിച്ചത്? ചൂട് സഹിച്ചാലും തണുപ്പ് സഹിച്ചാലും പൈസ കിട്ടുമെന്നുള്ള ബോധ്യപ്പെട്ടപ്പോ അവിടെ പോയത്. ഇവിടെ കിട്ടുമെന്ന് ബോധിപ്പിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റണം. അത് ഒറ്റയ്ക്കല്ല കേട്ടോ, ഒരുമിച്ച്. ഇനി ഇൻകം പ്ലാൻ അങ്ങാൻ പഠിച്ചാല് ലോകാത്ഭുത കേട്ടോ. ഉമർ സാർ പറഞ്ഞില്ലേ, ഒരാൾ വളരുമ്പോ നിങ്ങൾ കൊണ്ടുവന്ന ആൾക്കാർ ഒരു സൈഡ് വളരും. ബെല്ലി സാർ അന്ന് വിജയിക്കാൻ വേണ്ടി പ്രവർത്തിച്ചപ്പം ഞാൻ ഐഡിയ അടിച്ച എന്റെ ഒരു സൈഡിൽ ഇപ്പം 54 കോടി കഴിഞ്ഞു. അന്ന് മേടിച്ച ഭൂമിയുടെ വില കൂടുന്നത് എങ്ങനെയാ? കോഴിക്കോട് അങ്ങാടി കിടക്കുന്ന സ്ഥലമല്ലേ, അതുപോലെയാ വില കൂടുന്നത്. അതിന് 10 മടങ്ങ് കൂടും. ഭൂമിയുടെ വിലയല്ല കേട്ടോ ഇതിന്. അതതിൻ്റെ ഏറ്റവും പ്രത്യേകത. 1 മിനിറ്റ് അന്ന് ഞാൻ പറയാ, ബെല്ലി സാറോട് പറയാ, ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട് ശേഷം എന്നങ്ങും പറഞ്ഞു പോയി ഉണ്ടായിരുന്നെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ഞാൻ ഇപ്പം പറയുന്നു, നിങ്ങൾ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, വേറെ ആൾ കൊണ്ടുപോകും, പിള്ളേര് കൊണ്ടുപോകും. യൂത്ത് പഠിച്ചവൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ യൂണിവേഴ്സിറ്റി പഠിക്കണമെങ്കിൽ ഇപ്പൊ എത്രയാണെന്ന് അറിയാം? കോഴ്സിന്റെ പൈസ എത്രയാ? 1.5 ലക്ഷം റുപ്യ. BCom പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ BComന്റെ സെക്കൻഡ് ഇയറിന്റെ ബുക്ക് ഒന്ന് മേടിച്ചു നോക്കണം. സെക്കൻഡ് ഇയറിന്റെ ബുക്ക്, +2ന്റെ ബുക്ക് കണ്ടിക്കോ? നോക്ക്, വായിച്ചു നോക്കുന്നു എന്തിനാ പഠിപ്പിക്കുന്നത്. BCom സെക്കൻഡ് ഇയർ, MCom, MBA, BBA പഠിച്ചും കൂടെ ഇറങ്ങും മക്കള്. അവരെ നമ്മൾ വിജയിച്ച് കാണിച്ചു കൊടുത്താൽ, ഇപ്പം കഴിഞ്ഞ ദിവസം എന്റെ 17 വയസ്സിലെ മക്കള്, 17, ഞാൻ 18 ആയോന്ന് ചോദിച്ചപ്പോ 7 മക്കളുണ്ട് എന്റെ വട്ടത്തിൽ. ഞാൻ നടക്ക് നിൽക്കുക, ഒരു കല്യാണ വീട്ടിൽ നിന്ന്. എന്റെ വരുമാനം ചോദിച്ചു. അവര് പറഞ്ഞ ഒരു വാക്കോ ചെറിയാൻ പറഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താ, നമ്മൾ പൊക്കി പറയുമ്പോണ്ടാതെ, സാർ ഇങ്ങനെ സ്കോഡയില് കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് ഫിലിം സ്റ്റാർ പോകുമ്പോലെയാ പോകുന്നതെന്ന്. പറയാ എന്താ, അവർക്ക് മക്കൾക്ക് ഭയങ്കരമാണല്ലോ. ഞാനത്തെ സത്യം ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് ലൈറ്റ് അടിക്കാണ്ടിരിക്കാൻ വേണ്ടി പോകുന്നതാകുമ്പോ ഇവൻ പറയാ അതൊരു സംഭവം ആട്ടോ. അപ്പൊ മാസം 2 ലക്ഷം റുപ്യക്ക് ശമ്പളം ഉണ്ടാവില്ലേന്ന് ഞാൻ കാണിച്ചു കൊടുത്തു. കഴിഞ്ഞ മാസം 6 ലക്ഷത്തിന് മുകളിലുണ്ട്. അപ്പം തന്നെ വരില്ലേ ഇതെങ്ങനെയാ സംഭവം ചോദിക്കാൻ തുടങ്ങി. നമുക്ക് ഇരിക്കാന്ന് പറഞ്ഞു. മക്കളാണേ യൂത്ത് വരും. കഴിഞ്ഞ ദിവസം എന്റെ വീടിന്റെ അടുത്തുള്ള കല്യാണം വീട്ടെന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് അതിന് ശേഷം ഞാൻ 3-4 ദിവസം മംഗലാപുരത്തായിരുന്നു. അപ്പൊ അതിന്റെ അടുത്തുള്ള കുറെ ലേഡീസ് പറഞ്ഞു ഒരു അപ്പോയിന്റ്മെന്റ്. അപ്പൊ 26 തന്നു. പക്ഷെ 26 എന്തായിരുന്നു, അവധിയല്ലേ. പക്ഷെ ഞാൻ അവിടെ പോയി. ഇങ്ങനെ ലെവലിലേക്ക് ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാ നമ്മളെ മാറ്റം? ഇങ്ങനെ ലെവലിലേക്ക് നിങ്ങൾ മാറാൻ റെഡിയാണോ?
വേറെ എന്തിന്റെ വഴി? കച്ചവടം ചെയ്യാൻ പറ്റിയ ഇവിടെ ചരിത്രം ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് ഇതിനൊന്നും വേണ്ടട്ടോ. പഠിക്കണം. അല്ലാണ്ട് നിങ്ങൾ ആരോടും പോയി പറയരുത്. കേൾപ്പിച്ചതിന് ശേഷം മാത്രമേ ചർച്ച ചെയ്യാൻ പാടുള്ളൂ. ആ കേൾക്കാനുള്ള അവസരമാണ് വ്യാഴാഴ്ച ലീഡർമാരെല്ലാവരും സമയം മാറ്റി വെച്ചിട്ട് ഇവിടെ വരുന്നത്. ഞങ്ങൾ പല ലീഡർമാർ ഇവിടെ ഇല്ല, കാരണം ഓരോ സ്ഥലത്താണുള്ളത്. ഇപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും പ്രോഗ്രാം സെന്ററുകളുണ്ട്. ഇവിടെ നിങ്ങളെ ഏരിയയിലുള്ള ആളുകളെ കേൾപ്പിക്കണമെന്ന്. എന്ന ശേഷം ചർച്ച ചെയ്താലോ? കേൾപ്പിച്ച ആരെങ്കിലും ചർച്ച ചെയ്ത് നോക്കൂ, വിജയിച്ചിട്ടുണ്ട്. കേൾപ്പിക്കണം ചർച്ച ചെയ്താലോ? പൈസ പോയ ആൾക്കാരെ അടുത്ത് പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും. കാരണം മണി ചെയിനിൽ പൈസ പോയിട്ടുണ്ട്, അത് സത്യമാണ്. അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിന്റെ സുവർണ്ണ കാലഘട്ടം വരാൻ പോകുന്നു. അതിൽ ഇന്ത്യയിൽ നമ്പർ 1 കമ്പനിയാണ്. ഒരുപാട് കമ്പനി വരാൻ പോകുന്നേ ഉള്ളൂ. അവിടെ നല്ല കോമ്പറ്റീഷൻ വരണം, എന്നാലേ വിജയിക്കൂ. എന്തും അങ്ങനെ തന്നെയാ. ഗോൾഡിൽ ഞാൻ കല്യാണം വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ നാട്ടുകാരെ മലബാർ ഗോൾഡ്. ഇപ്പൊ എത്ര ഗോൾഡ് ജ്വല്ലറി, ഗോൾഡിന് ഏറ്റവും വില കൂടിയ സമയമല്ലേ ഇപ്പൊ? ഇപ്പം പുതിയൊരു മോഹൻലാൽ വന്നൊരു എന്താ വിസ്മയതയോ, പുതിയ എല്ലാവരും റീഗൽ വന്നില്ലേ, പുതിയ എല്ലാവരും വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. എന്തിനു മൂല്യം ഉണ്ടാവുന്നു? അതിനൊക്കെ ഏറ്റെടുക്കാൻ ആൾക്കാർ വരും. നെറ്റ്വർക്ക് മാർക്കറ്റിങ്ങിൽ വിജയിച്ച് കാണിച്ചു കൊടുത്താൽ കഴിവുള്ള സമയം മാറ്റി വെക്കാൻ പറ്റുന്ന ഈ ഏറ്റവും നല്ല പ്രൊഫൈൽ വരാൻ തുടങ്ങുന്നു. അത് നമ്മളിലൂടെ വരണമെങ്കിൽ നേരത്തെ ഉമർ സാറ് പറഞ്ഞവരെ നിങ്ങൾ ഇപ്പം വിജയിച്ച് കാണിച്ചു കൊടുത്താൽ മതി. കൊലകൊലയായിട്ട് വലിയ ടീം വരും. അത് നമ്മളൊപ്പം വരാൻ വേണ്ടി പ്രാർത്ഥിച്ചോളൂ. അതിനുള്ള സാഹചര്യം വരാൻ പോവുകയാണ്. സർക്കാർ പറഞ്ഞത് 2025 കഴിയുമ്പോഴേക്കും പഠിച്ച യൂത്ത് വരും. അവരെപ്പം ഏറ്റെടുക്കാൻ വരുമ്പോൾ അത് നിങ്ങളുടെ കുടുംബക്കാരന്റെ, സ്വന്തക്കാരെ, ക്ലാസ് പഠിച്ച അയൽവാസിന്റെ ബന്ധുവായിരിക്കാം. ഒരു വിത്തിലൂടെ ഏതിലൂടെയാണ് ഇത് കറക്റ്റ് ആകുമെന്ന് പറയാൻ പറ്റൂല. എന്നെ ഈ ബിസിനസിന്റെ വലിപ്പത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഷാഹിദ് സാർ എന്നൊരു ആളുടെ ഇവിടെ വന്നിട്ടില്ല. ഷാഹിദ് സാറിന്റെ അടിയിൽ വന്നാണ് റമീ സാർ MBA. അതിന്റെ അടിയിൽ വന്ന അയാൾ അളിയനാണ് അയ്യൂബ് സാറ്. അയ്യൂബ് സാറിന്റെ കെയർ ഓഫിന്റെ ഒരു ഉസ്താദിന്റെ കെയർ ഓഫിന്റെ ഉമർ സാറിന്റെ മോളെ ഫ്രണ്ട് ആയിപ്പോയതാണ്. വുമൺ കമ്പനിയിൽ വന്ന് മോളാണ് ഉമർ സാറിനെ പരിചയപ്പെടുത്തിയത്. അതിലൂടെ വന്ന വിത്തിലാണ് ഇന്ന് എനിക്ക് ഏകദേശം 14 കോടിയുടെ ഒരു പ്രൊഡക്റ്റ്, ഒറ്റ പ്രൊഡക്റ്റ്. അതിലൂടെ പോയ ടീമുകളാ നോക്കൂ. മലപ്പുറം ജില്ലയിലെ ഏതൊക്കെ സ്റ്റേറ്റിലൂടെ പോയത് എനിക്കറിയില്ല. ഇതാണ് ബിസിനസ്, ഇതാണ് യഥാർത്ഥ ബിസിനസ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളെ ബന്ധു വന്ന് സുഹൃത്ത് വരുന്നില്ലല്ലോ, വിളിച്ചിട്ട് വരുന്നില്ലെങ്കിൽ നെഗറ്റീവ് ചിന്തിക്കണ്ട. ഇതങ്ങനെ വന്നാൽ മതി. പക്ഷെ നമ്മൾ കറക്റ്റ് ആവണം. നിങ്ങൾ വിജയിക്കണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ, പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ ആഗ്രഹിക്കുന്ന ആളുകൾ നിങ്ങൾ ലെഫ്റ്റോ റൈറ്റോ വരും. അവിടെയാണ് അന്നപ്പം നിങ്ങൾക്ക് ദൈവവിശ്വാസം വരിക. ഏത്? നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം, കണ്ടീഷൻ ഇല്ലാതെ സ്നേഹിക്കണം. ആ കണ്ടീഷൻ ഇല്ലാതെ നിങ്ങൾ സ്നേഹിച്ചാൽ അതേപോലെ സ്നേഹിക്കുന്ന ആൾക്കാർ നിങ്ങൾ ഓർഗനൈസേഷനിൽ വന്നിരിക്കും. ഇത് എൻ്റെ അനുഭവമായിട്ടോ ഞാൻ പറഞ്ഞത്. അങ്ങനെ നിങ്ങൾ പ്രവർത്തിക്കാൻ റെഡിയാണെങ്കിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ കമ്പനിയും, പ്രൊഡക്റ്റ്, പ്ലാന്, ടീം, നിങ്ങൾക്ക് എത്ര വേണം? ഞാൻ 2 ആഗ്രഹിച്ചില്ലായിരുന്നു, ബെലി സാർ കാണിച്ചു തന്നു. അന്നപ്പോൾ ആഗ്രഹിച്ചതാണ്. ഇപ്പം മാസത്തിൽ, ആഴ്ചയിൽ 2 വരാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇത് കണ്ടിന്യൂസ് 2 ആകുന്ന ലെവലിലേക്ക് മാറുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ മാറ്റം ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മോളെ ലീഡർമാരൊക്കെ മേടിക്കുന്ന വരുമാനം കണ്ട് എനിക്ക് തന്നെ പ്രശ്നമാകുന്നുണ്ട്. കാരണം എന്താ, മാസം 1,00,000-നും 1 കോടിയുടെ മുകളിലൊക്കെയാണ് മുബീൻ മുഹമ്മദ് കാണിച്ചു തന്നത്. 1,07,00,000 റോയൽറ്റി ഇൻകല്ലേ, റോയൽറ്റി 40 ലക്ഷം കാണിച്ചു തന്നു. റോയൽറ്റി മാത്രം, മന്ത്ലി ഇൻകം. ഉമ്മർ സാറോട് ചോദിച്ചു നോക്ക്, പെർഫോമൻസ് ഇൻകം ഒരു NDC ബോണസ് വേറെ ഉണ്ട്. വെറുതെ ഇരുന്നാലും 10-30 റുപ്യ ഒരു ജോലിയിൽ എത്ര ശമ്പളം കിട്ടൂ? ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ എത്ര ശമ്പളോ? എത്ര മണിക്കൂർ വർക്ക് ചെയ്യണോ? 8-10 മണിക്കൂർ വർക്ക് ചെയ്യണ്ടേ? ഇവിടെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്താൽ രക്ഷപ്പെടുന്ന കൺസെപ്റ്റാണ് വളരെ നല്ല രീതിയിൽ നമുക്ക് പ്രസന്റ് ചെയ്ത് തന്ന നമ്മുടെ ജേർണലിസ്റ്റും കൂടിയാണ് ആര്, സിദ്ദിഖ് സാറിന് നല്ലൊരു കയ്യടി കൊടുക്കുക. അതിലേറെ അഭിമാനത്തോടെ കൂടി MC കൈകാര്യം ചെയ്ത, അതാരാ MC കൈകാര്യം ചെയ്തത്? സദക് സാർ. അതാരാ? ഉമർ സാറിന്റെ മകൻ. ഉമർ സാർ ഈ ബിസിനസിന്റെ വളർച്ച കണ്ടിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു, വളർച്ച കണ്ടു വരുന്ന മക്കൾ വരാൻ തുടങ്ങും എന്ന് പറഞ്ഞ വെറുതെ അല്ല. ഫാമിലി ബിസിനസ് ആണെന്ന് ഫാമിലിക്കൊപ്പം നിന്ന് വളർത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച് ഇന്ന് വളരെ വ്യക്തമായിട്ട് സീരിയസ് ആയിട്ട് വന്ന സദക് സാറിനും നല്ലൊരു കയ്യടി കൊടുക്കുക. അതിലേറെ ലീഡേഴ്സിന്റെ ക്ഷണം നിരസിക്കാതെ ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന പുതിയ ആളുകൾക്ക് നന്ദിയുടെ പൂച്ചൽ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു വെരി മച്ച്. ജയ് ഹിന്ദ്, ജയ് മൈ ലൈഫ്.